ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ റീസെൻ്റായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ വെക്കേഷന് പോയ സമയത്ത് അവിടെ ഇംഗ്ലീഷ് ഹോം എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നും പിന്നെ എവിടെയാന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നും ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഹോം എന്ന് പറയുന്ന ഷോപ്പിലാണെങ്കിൽ എല്ലാതും നല്ല ഭംഗിയുള്ള ടൈപ്പില്ലേ, കുറച്ച് നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടുക. എല്ലാതും ഉണ്ട്. അതുപോലെ എവിടെയാന്ന് പറയുന്ന ഷോപ്പിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കളക്ഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹോം ആണെങ്കിൽ എല്ലാതും നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കാണാൻ കുറച്ചുകൂടെ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി കൂടുതൽ തോന്നില്ലേ, അങ്ങനെ വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ 2 ഷോപ്പിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ആമസോൺ UAE നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ അതുപോലെ ട്രെൻഡിയോൾ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ മിക്കതും ഈ കുക്ക് വെയർസൊക്കെ എന്താ പറയുക മെയ്ഡ് ഇൻ ടർക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക. ഈ കുർക്കുമാസ് പിന്നെ ഹോമേക്ക അങ്ങനത്തൊക്കെ ടർക്കിഷ് ബ്രാൻഡുകളല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഇപ്പം നമ്മൾ ഓൺലൈൻ കാണുന്നത് മാത്രമല്ല, അല്ലാണ്ടും ഒരുപാട് കളക്ഷൻ ഞാൻ ഈ ഷോപ്പിൽ പോയപ്പം കണ്ടിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കിച്ചണിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡിഫ്യൂസേഴ്സും റൂം സ്പ്രേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ എവിടെ ഷോപ്പിങ്ങിന് പോയാലും എൻ്റെ കണ്ണ് ആദ്യം പോവുക ഇതുപോലത്തെ ഏരിയയിലേക്കായിരിക്കും കേട്ടോ, ഏരിയാസിലേക്കായിരിക്കും. ലൈക്ക് ഇങ്ങനെ ഈ ക്യാൻഡിൽസ് പിന്നെന്താ ഡിഫ്യൂസേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല മണം അങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള കുറച്ച് എല്ലാ ഇങ്ങനത്തെ ഷോപ്പുകളിലും ആയിട്ടൊരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ആദ്യം പോവുക. ക്യാൻഡിൽസ് ഞാൻ യൂസ് ചെയ്യലുണ്ട്, പക്ഷേ ഡെയിലിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കത്തിച്ച് വയ്ക്കോ അങ്ങനെ ചെയ്യില്ല, ഇടയ്ക്ക് മാത്രമാണ് യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാണിച്ചു തരാം. ഡിഫ്യൂസേഴ്സിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത 2 എന്താ പറയുക സ്മെല്ലുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടാണ്. ഒന്ന് ഈ കാരമലും പിന്നെ ഈ ബബിൾ ഗം എന്ന് പറഞ്ഞിട്ട്. ഈ ബബിൾ ഗം എന്ന് പറയുന്ന ആ ഒരു സ്മെല്ലില്ലേ, അത് നമ്മൾ ഈ ബബിൾ ഗം ചൂയിങ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു സ്മെല്ലില്ലേ, അതിൻ്റെ ആ ഒരു സ്മെല്ല് അത് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എങ്ങും. അത് ശരിക്കും മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മണമാണ് വരിക. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായി. പിന്നെ ഈ കാരമലിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമാണ്. അത് കാരമൽ വാനില ഇങ്ങനെയുള്ള സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കാരമലിൻ്റെ ഒരു ഡിഫ്യൂസറും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ബോട്ടിലിൽ വരുന്ന ഈ ഡിഫ്യൂസേഴ്സൊക്കെ ഇല്ലേ, ഇത് ഞാൻ കൂടുതലും വയ്ക്കുക നമ്മുടെ വാഷ്റൂമിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബിൻ്റെ ഉള്ളിലൊക്കെ ഇല്ലേ, തുണീൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും തുറക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല മണമായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഈ ചെറിയ ബോട്ടിലിൽ കിട്ടുന്ന ഈ ഒരു ഡിഫ്യൂസേഴ്സ് അധികവും യൂസ് ചെയ്യലിട്ടാ. പിന്നെ വലിയതായിട്ടുള്ളത് ആണ് ഞാൻ നമ്മുടെ ഹോളിൻ്റെ ഏതെങ്കിലും കോർണറിൽ വെക്കാനോ അല്ലെങ്കിൽ ബെഡ്റൂമിൽ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിൽ ഇതെനിക്ക് തോന്നുന്നു 200 ml എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ വാർഡ്രോബിൻ്റെ ഉള്ളിലേക്കാണ് വെക്കുക. ഒരുപാട് നാൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾ വാർഡ്രോബൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുക. അതുപോലെ വാഷ്റൂമിലും ഇത് ഞാൻ വെക്കലുണ്ട്. പിന്നെ ഇതാ ഈ ഇംഗ്ലീഷ് ഹോമിൻ്റെ തന്നെ ആ ബ്രാൻഡിൻ്റെ തന്നെ ഒരു റീഡ് ഡിഫ്യൂസറും കൂടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫ്യൂസറുകളിൽ റീഡ് ഡിഫ്യൂസേഴ്സ് ഞാൻ 3 എണ്ണം ആട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്.
പിന്നെ ഒരു റൂം സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ യൂഷ്വലി നമ്മുടെ ഇങ്ങനെ എന്താ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ അതിലേക്ക് അടിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ സോഫയിലേക്കൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു പൂവുണ്ടല്ലോ മാഗ്നോളിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ലിലുള്ള എന്താ റൂം സ്പ്രേയാണ്. ഇതിൻ്റെ തന്നെ ക്യാൻഡിലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, നല്ലൊരു മണം അത്. അപ്പം അങ്ങനെ അതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയൊരു പെപ്പർമിൽ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് പെപ്പർമിൽ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഇതെനിക്ക് കണ്ടിട്ട് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. സാധാരണയായിട്ട് ഞാൻ ഈ ഒരു കളറൊന്നും വാങ്ങിക്കണം എന്നല്ല, പക്ഷെ എന്തോ ഇത് അവിടെ ഇങ്ങനെ ഒരു ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതും ഇംഗ്ലീഷ് ഹോമിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതവിടെ ഇങ്ങനെ ഇരിക്കണതാണ് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു കളറ്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ പ്യുവർ ആയിട്ടുള്ള റെഡ്, അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഓറഞ്ചും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലുള്ള ഒരെണ്ണാട്ടം എടുത്തിട്ടുള്ളത്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പിന്നെ ഞാനൊരു 4 വരുന്ന ഒരു പാക്കറ്റ് ഉള്ള ഒരു ടേബിൾ മാറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ചെക്കയിൽ പോയിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ക്വാളിറ്റി ആയിരുന്നു ഇത്, എന്നാൽ ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തവണ പോയപ്പോൾ വീണ്ടും ഒരു പാക്കറ്റും കൂടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. എടുത്തിട്ടുള്ളത് നമ്മുടെ ക്രീം കളറും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും കൂടിയിട്ട് അങ്ങനെ മിക്സിൽ വരുന്ന ഒരു കളറിൽ അങ്ങനെ ഒരു ഇതിൽ വരുന്നതാട്ടാ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വുഡൻ സ്പൂൺസ് കാണിച്ചു തരാം. ഇത് അങ്ങനെ കാണിക്കാൻ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ വാങ്ങിച്ച കൂട്ടത്തിലുള്ളതായതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം ഇതിവിടെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു അളവിലുള്ളത് എനിക്കിവിടെ കിട്ടലില്ല. ഒന്നെങ്കിലും നമുക്ക് ടേബിൾ സ്പൂൺ കിട്ടും, അല്ലെങ്കിൽ ടീസ്പൂൺ എന്ന് വെച്ച് കിട്ടും കേട്ടോ. അത് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതല്ലേ, ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതും. അപ്പോൾ എനിക്കിത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ നമ്മുടെ ചായപ്പൊടി അതുപോലെ തന്നെ കോഫി ഇങ്ങനെയുള്ളതിനകത്തൊക്കെ ഇട്ട് വെക്കാനും പിന്നെ ചില്ലി പൗഡറൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ബോട്ടിൽസിലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടേബിൾ സ്പൂണൊക്കെ ഇട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യലില്ല. അപ്പോൾ അത് എടുക്കുമ്പം നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് കിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ തപ്പി നടന്ന ഒരു സൈസിലുള്ളത് കണ്ടപ്പം അങ്ങനെ ഇത് 6 വരിക ഒരു പാക്കറ്റിൽ, അങ്ങനെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു 2 സ്പൂൺ റെസ്റ്റ് ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സ്പൂൺ റെസ്റ്റ് 2 വാങ്ങിച്ചിട്ടുണ്ട്, റെഡും വൈറ്റും. റെഡ് ഞാനിവിടെ കണ്ട നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത. പൊതുവേ ഞാൻ എന്താ പറയുക പൊതുവേ എന്നല്ല, ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, വൈറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. കാര്യം എൻ്റെ അടുത്തൊരു വൈറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. ഇത് വരിക ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ലേ, സെറാമിക് അല്ലേ വരിക. അപ്പോൾ ഇത് എന്താ ഞാൻ എൻ്റെ അത് പൊട്ടിപ്പോയത് കാരണം ഞാൻ അപ്പം തുടങ്ങി ഇങ്ങനെ ഒരു വൈറ്റ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. വൈറ്റ് കാണലുണ്ട്, പക്ഷെ ഇങ്ങനെ നീളമുള്ള അതിൻ്റെ ആ ഒരു ഹാൻഡിൽ ഇങ്ങനെ നീളമുള്ളതല്ല, ഇങ്ങനെ കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ളതാണ് വൈറ്റ് ഞാൻ പൊതുവേ കാണലിട്ടാ. വൈറ്റ് മാത്രമല്ല പൊതുവേ സ്പൂൺ റെസ്റ്റ് കാണൽ. അപ്പോൾ ഇത് വൈറ്റ് ഇങ്ങനെ ഞാൻ 1-2 ആമസോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ടായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അതും ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഷോപ്പ് എവിടെയാന്ന് പറയുന്ന ഷോപ്പിൻ്റെ തന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ 3 ഒരു ഇത് വരുന്ന ഈ നമ്മുടെ ഒരു സ്നാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന സെർവിങ് പ്ലേറ്റ് ഇല്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ മറ്റേ പൊട്ടുന്ന ടൈപ്പില്ലേ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ ആ കളറും പിന്നെ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 3 വരിക.
പിന്നെ ഇതാ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലുതും ചെറുതായിട്ടുള്ള സൈസുകളിലൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ഡെയിലി എടുക്കാൻ പാകത്തിനുള്ള ഒരു സൈസ് നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ എനിക്കതിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ കണ്ടപ്പം ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം. ഒന്നല്ല, നമ്മുടെ ഈ കപ്പില്ലേ ചായയൊക്കെ കുടിക്കണേ അതാട്ടാ. പക്ഷേ സൈസ് കുറച്ച് ചെറുതാണിത്. ഇത് ടർക്കിഷ് ടീയും കോഫിയൊക്കെ കുടിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു എന്താ പറയുക സൈസ് ഇത്ര വരിക. ഭയങ്കര വലുതായിരിക്കില്ല, കോഫി മഗൊന്നും അത്ര വലുതല്ല. അപ്പം ഞാനീ എടുത്തിട്ടുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, പിങ്കും പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഓറഞ്ച് അങ്ങനെ ഒരു ഷെയ്ഡും കൂടെ മിക്സായിട്ട് വരുന്ന ഒരു കളറാട്ടത്. വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ലൈറ്റൊക്കെ ആകുമ്പം പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ലല്ലോ. എന്നാലും അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടാവില്ലേ ഈ ഒരു ഷെയ്ഡ് തന്നെ. പക്ഷെ കുറച്ചും കൂടി കളറ് കൂടുതലുണ്ട് നേരിട്ട് കാണുമ്പോൾ. ഉള്ളിൽ വൈറ്റും പിന്നെ അതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗത്തൊക്കെ ഗോൾഡൻ കളറും അങ്ങനെ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ ഗോൾഡൻ അങ്ങനെ ആയിട്ട് വരുന്ന കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ സെറ്റില്ലേ, ഇതിൻ്റെ പുറത്ത് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് 4 എണ്ണം എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, 4 എണ്ണം എന്നാണ്. അപ്പം ഞാൻ കരുതിയത് 4 കപ്പ് ഉണ്ടാവും അങ്ങനെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, അവരുദ്ദേശിച്ചത് മൊത്തത്തിൽ 4 എന്നാണ്, അല്ലാണ്ട് കപ്പ് മാത്രം 4 എന്നല്ല കേട്ടോ. അത് കാരണം എനിക്കിത് 2 എണ്ണേ ഉള്ളൂ. പിന്നെ ഞാൻ യൂഷ്വലി എപ്പോഴും 4 എണ്ണം മിനിമം ഒരു 4 എണ്ണമെങ്കിലും വരുന്ന സെറ്റാണ് വാങ്ങിക്കൽ. പക്ഷേ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു ടീയും കോഫിയും എല്ലാം സെർവ് ചെയ്യുന്ന ഈ ഒരു മഗും അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ആ കപ്പില്ലേ അതിൻ്റെ ഒരു കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്താട്ടാ. പക്ഷെ അതിൻ്റെ ആ പ്ലേറ്റുമുള്ള ആ ഒരു ഡിസൈൻ എനിക്ക് അത്രയും കൂടി ഇഷ്ടമായിട്ടില്ല. ഒരു ഗോൾഡനും മഞ്ഞ എല്ലാം കൂടി വരുന്നില്ലേ, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഞാനത് ആക്ച്വലി എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാനത് നല്ലോണം തുറന്നൊന്നും നോക്കിയിട്ടുണ്ടായില്ല. അതിൻ്റെ പുറത്തിങ്ങനെ ആ ഒരു കപ്പാകുമ്പം ഒരു ലൈറ്റ് പിങ്കും പിന്നെ വൈറ്റും കൂടി അങ്ങനെ വരുന്നത്, അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇങ്ങനെ എടുത്തതാട്ടാ. അപ്പം ഇങ്ങനെ 2 എണ്ണം അങ്ങനെ നല്ല ഈ കപ്പിൻ്റെ 2 സെറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഒരു പുഡിങ്ങൊക്കെ സെർവ് ചെയ്യുന്ന ഈ ഒരു 3 എന്താ പറയുക ഗ്ലാസ്സെന്നോ അങ്ങനെ പറയുന്ന കാര്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇങ്ങനെ പുഡിങ്ങൊന്നും സെർവ് ചെയ്യുന്ന പാത്രങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചത്. ഇത് എന്താ പറയുക, ഞാനങ്ങനെ ഒരുപാട് മധുരമുള്ള ഐറ്റംസ് ഒരുപാട് വീട്ടിൽ ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കിയാലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒന്നും അങ്ങനെ ഒരുപാട് മധുരം കഴിക്കലില്ല. ഒരുപാട് നല്ല വളരെ കുറവ് മാത്രമേ കഴിക്കലുള്ളൂ. പിന്നെ കൂടുതലും മോളാട്ടാ കഴിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരെണ്ണം അത്യാവശ്യം പ്രൈസ് കുറവായിരുന്നു. അങ്ങനെ ഈ ഒരു 3 എണ്ണത്തിൻ്റെ സെറ്റ് കണ്ടപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രം ഇതെടുത്താട്ടാ. പിന്നെ കാണിച്ചു തരാം. ഈ ഒരു പാൻ, ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം, ഇത് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ആയത് കാരണം ഞാൻ ഇത്തവണ വീണ്ടും ഇതിൻ്റെ ചെറുതൊരെണ്ണം കൂടി വാങ്ങിച്ചതാട്ടെ. എൻ്റെ കയ്യിൽ ഒരു കാര്യവും ഞാൻ ഒരു കാര്യമാണെങ്കിൽ അത് ചീത്തയാവാണ്ട് അതേ അളവിലുള്ളത് വേറെ വാങ്ങിക്കില്ല കേട്ടോ. ഉള്ളതൊക്കെ ഒന്നെങ്കിൽ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ പാൻ ആണെങ്കിൽ നമുക്ക് 20 cm 24 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോ കുക്കിങ്ങിന് നമ്മൾ ഇപ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ടെങ്കിൽ വലുതൊക്കെ അല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ മാത്രമേ ഞാൻ വാങ്ങിക്കലുള്ളൂ. അല്ലാതെ ഒരു കാര്യവും ഞാൻ ഉള്ളത് 2, 3 അങ്ങനെയൊന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യലില്ല. അപ്പോൾ ഇത് നേരത്തെ വാങ്ങിച്ചതിൻ്റെ ചെറിയ സൈസിലുള്ളതാട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്ടോ. ഇത് ആ ഒരു ഇംഗ്ലീഷ് ഹോം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടും ഇത് നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് ഈ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ പോലെ അത്ര വരില്ലെങ്കിലും നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വെയിറ്റ് അല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ ഇതിന് വെയിറ്റ് തോന്നുന്നുണ്ട്. സ്റ്റീലിലാട്ടോ ഇതിൻ്റെ ഹാൻഡിലൊക്കെ വരിക. അപ്പം എന്തായാലും അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് ഹോം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്.
പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഈ നമ്മുടെ ഈ കാസറോൾ പോട്ട് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ എന്താ പറയുക കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇത് മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലാട്ടോ. ഞാൻ അത് കാരണം വാങ്ങിച്ചതാണത്. ഇത് ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ ആമസോൺ ഇന്ത്യയിലും ആമസോൺ UAE അങ്ങനെ പല സ്ഥലത്തും ഇവിടെയും ആമസോൺ സിംഗപ്പൂർ എല്ലായിടത്തും ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ഇതുപോലത്തെ നമുക്ക് ഇങ്ങനത്തെ പാത്രം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ പരന്നിട്ടാണ് ഉണ്ടാവുക. എനിക്കങ്ങനെ പരന്ന കുറച്ച് കുഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ബൗളിൻ്റെ ഷേപ്പിലിരിക്കുന്ന പാത്രങ്ങളല്ലേ ഈ ഒരു എന്താ പറയുക ഈ ഒരു കാസറോൾ പോട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ അങ്ങനെയല്ലേ വരിക. പക്ഷേ ഇതങ്ങനല്ല കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക താഴത്തെ ഭാഗമൊക്കെ പരന്നിട്ട് നല്ലോണം പരന്നിട്ട് ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ഫ്രൈ ഒക്കെ ഇൻ കേസ് ഫ്രൈ ഒക്കെ ചെയ്യണമെങ്കിൽ പോലും ഇതിങ്ങനെ നല്ല ഇതുള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ്. എനിക്കത് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ബൗളിൻ്റെ ഷേപ്പിലുള്ള കുഴിഞ്ഞിട്ടുള്ള കാസറോൾ പോട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇതും കണ്ടിട്ടുണ്ടായി. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം എടുത്താട്ടാ. കാര്യം ഞാൻ ഒത്തിരി നാളായിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ഇപ്പം ഞാൻ ഈ ഷേപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ട ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ പതിഞ്ഞിട്ടാണ് ഇരിക്കുക. ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ടിട്ട് അതിൻ്റെ ബോട്ടമൊന്നും അങ്ങനെയല്ല ഇരിക്കുക. അതാട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ വാങ്ങിക്കാനൊക്കെ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ കുറേ ആയി തപ്പുമ്പോൾ കൂടുതലും കാണുക മറ്റേ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാക്കറ്റിൽ വരിക 3 എണ്ണം കേട്ടോ. പല സൈസിലുള്ള 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ട് അങ്ങനെയാണ് വരിക. അപ്പം അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തേക്കും ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഓൾറെഡി ഇതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ അടുക്കി പിടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡിയോളിലും ആമസോൺ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഇതിൻ്റെ സ്പൂണും അങ്ങനത്തെ സെറ്റൊക്കെ ഇല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന അതൊക്കെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കി നോക്കൂ. ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ട്രെൻഡിയോളിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എനിക്കിവിടെ ട്രെൻഡിയോൾ അവൈലബിൾ അല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും എല്ലാം ട്രെൻഡിയോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടും ഇത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബ്രാൻഡിൻ്റെ നെയിം നേർന്നാ പറയുക. ഇത് ഞാൻ കാണിച്ചില്ല. അതിൻ്റെ പാനിൻ്റെ താഴേക്ക് എഴുതിയിട്ടുണ്ട്. അതാട്ടാ ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. അടിക്ക് തീരെ പിടിക്കണില്ല കുക്ക് ചെയ്യുമ്പോൾ. എനിക്കെന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാട്ടാ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.